നമുക്ക് ആദർശിന്റെയും നയനയുടെയും നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന അബി അനാമികയും വേണും കൂടെ സംസാരിക്കുകയാണ്. ആ സമയത്ത് അനാമിക പറഞ്ഞു, അല്ല ബിയേട്ടാ, ഇനി തിരിച്ച് അനന്തപുരിയിലേക്ക് വരിക എന്ന് പറഞ്ഞാല് അത് നടക്കുന്ന കാര്യമാണോ? ആ വീട്ടിലുള്ളവർ സമ്മതിക്കുമോ? എന്നെ അങ്ങോട്ട് കയറ്റുമോ എന്ന് ചോദിച്ചു. ആ, അത് കേട്ടുകഴിഞ്ഞപ്പോ അബി പറഞ്ഞു, അതൊക്കെ അനാമികയുടെ മിടുക്ക് പോലെ ഇരിക്കും. എല്ലാവരുടെയും കയ്യെ കാലെ വീണൊന്ന് അപേക്ഷിച്ചു നോക്ക്. മൂർത്തി മുത്തശ്ശന്റെ മുത്തശ്ശിയുടെയൊക്കെ ഒരബദ്ധം പറ്റിപ്പോയെന്ന് ഒരു പക്ഷേങ്കില് അവര് സമ്മതിക്കുവാണെങ്കിൽ നിനക്ക് അങ്ങോട്ടേക്ക് വരാം. ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, അവര് സമ്മതിച്ചാലും ഹനി എന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കുമെന്ന് ചോദിച്ചു. അത് കേട്ടപ്പം വേണു പറഞ്ഞു, അത് ശരിയല്ലോടെ മോനെ. അതെ, തൽക്കാലത്തേക്ക് അവിടെ കയറി പറ്റുക. ഇപ്പൊ ഹനി ആരാന്നുള്ള അറിയാലോ, കമ്പനിയുടെ MD ആണ്. അങ്ങനെ ആയ സ്ഥിതിക്ക് ഇനിയിപ്പൊ അവിടേക്ക് കയറാൻ പറ്റില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം. ഡിവോഴ്സ് തരണമെങ്കിൽ ജീവനാംശം തരണമെന്ന് പറയണം. എങ്കിൽ മാത്രമേ ഡിവോഴ്സ് തരത്തുള്ളൂ എന്ന് പറയണം. ഇനിയിപ്പോൾ എനിക്ക് വേറെ കല്യാണം കഴിക്കണം. കല്യാണം കഴിക്കണമെങ്കിൽ ഡിവോഴ്സ് കിട്ടാതെ കല്യാണം കഴിക്കാൻ പറ്റില്ലോ. അതുകൊണ്ട് ഇനി എത്ര രൂപ തന്നിട്ടാണെങ്കിലും കാര്യങ്ങളൊക്കെ ഓക്കെയാവും. ഇനിയിപ്പം അവിടേക്ക് വന്ന് അവനോടൊപ്പം ജീവിക്കുന്നതായിരിക്കും ഞാൻ നോക്കിയിട്ട് നല്ലത്. ഒന്നുമില്ലെങ്കിലും കമ്പനിയുടെ MD അല്ലേ, ഇച്ചിരി താണ് കൊടുക്കുവാണെങ്കിൽ അവിടെ നല്ല സുഖമായിട്ട് ജീവിക്കാന്ന് പറഞ്ഞു. അനാമ പറഞ്ഞു, കാര്യമൊക്കെ കാര്യം തന്നെ, പക്ഷെ എനിക്ക് അവനോടൊപ്പമുള്ള ജീവിതം അത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോഴേക്കും അഭി പറഞ്ഞു, അല്ല ജീവിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ ഇതിനു മുമ്പ് എങ്ങനെയായിരുന്നു അനാമിക അവിടെ, അങ്ങനെയൊക്കെ മതി. പിന്നെ അവരുടെ മുന്നിൽ കുറച്ച് അഭിനയിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വീട്ടിലുള്ളവർ സമ്മതിച്ചാൽ മാത്രം അങ്ങോട്ടേക്ക് വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. വേണു പറഞ്ഞു, ശരിയാ, എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. ഇല്ലെങ്കിൽ ഡിവോഴ്സ് അങ്ങനെ പെട്ടെന്ന് എന്താളും കൊടുക്കണില്ല. ഇതിന് കോമ്പൻസേഷൻ കിട്ടിയാൽ മാത്രമേ ഡിവോഴ്സ് കൊടുക്കുന്നുള്ളെന്ന് പറഞ്ഞു. അങ്ങനെ അഭി അവരുടെ മനസ്സിലേക്ക് വിഷം കുത്തി അരച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ അഭി പോയി കഴിഞ്ഞപ്പോഴത്തേനും അനാമി പറഞ്ഞു, അച്ഛാ ഇതൊക്കെ വല്ലതും നടക്കുന്ന കാര്യമാണോ? വേണു പറഞ്ഞു, എന്തോടെ നടന്നുകൂടാ, ഇപ്പം തന്നെ അഭി കണ്ടില്ലേ, അനന്തപുരിയിലെ പയ്യന, എന്നിട്ട് ജോലിക്കായിട്ട് ഏൺ ജ്വല്ലറിയിലേക്ക് പോകുന്നു. അതുകൊണ്ട് അവന്റെ കാര്യം ഓക്കെ എന്ന് പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോ അനാമി പറഞ്ഞു, എന്താണല്ലോ അവനെ അഭിയേട്ടനെ ഏൺ ജ്വല്ലറിക്ക് പോയിട്ടുണ്ടെങ്കിൽ അനന്തപുരക്കാർ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? മിക്കവാറും വീട്ടിൽ നിന്ന് അടിച്ചിറക്കുമെന്ന് പറഞ്ഞു. അത് മോളെ, അടിച്ചിറക്കിയിട്ടൊന്നും കാര്യമൊന്നുമില്ല, അറിയാലോ. അവൻ ട്രസ്റ്റിൽ ഇപ്പോഴും അംഗമല്ലേന്ന് ചോദിച്ചു. പക്ഷെ അംഗത്വമൊക്കെ എടുത്തു കളയാനായിട്ട് അധികം സമയമൊന്നും വേണ്ടല്ലോ അച്ഛാന്ന് പറഞ്ഞു. എനിക്ക് തോന്നേ അഭിയേട്ടൻ പറഞ്ഞ പോലെ ഒന്നും ശ്രമം നടത്തി നോക്കാൻ തോന്നേ. ഒരു പക്ഷെങ്കിലും ഒന്ന് സോറിയൊക്കെ പഠിച്ച് കാലേ കയ്യെ വീഴുവാണെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടേക്ക് കയറ്റിയാലോ. വേണു പറഞ്ഞു, ശരിയാ, പക്ഷെ അതിനുള്ള ചാൻസ് കുറവാണ്. എന്നാലും നമുക്കൊന്ന് ട്രൈ നോക്കാം. പിന്നെ അത് മാത്രമല്ല, അതും പറ്റിയില്ലെങ്കിൽ ജീവനാംശം തരണമെന്ന് പറയാന്ന് പറഞ്ഞു. അങ്ങനെ അവർ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. ഈ സമയത്ത് നന്ദുവിനെ കാണാനായിട്ട് ആദർശം നയനയും വന്നു. പിന്നീട് ആദർശ് പറഞ്ഞു, അവനെ പിടികിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് കള്ളത്തരങ്ങളൊക്കെ പലതും പുറത്തു കൊണ്ടുവരായിരുന്നല്ലേന്ന് ചോദിച്ചു. അതെ, ആ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് ആ ഡ്രൈവറെ പിടികൂടാൻ പറ്റിയില്ല. അവനെ കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമായിരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇനിയിപ്പം അവനെ കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആദർശ് ചോദിച്ചു, അതെന്താ നന്ദു അങ്ങനെ പറഞ്ഞേ? ആദർശേട്ടൻ അറിയാലോ, ഒരു പക്ഷെ അവനെ പിടികൂടുമെന്ന് ഈ വിട്ടവർക്കൊക്കെ അറിയാം. കാരണം ഇതിന്റെ പിന്നിൽ വലിയ വലിയ ആൾക്കാരൊക്കെ കാണും. അതുകൊണ്ട് അവനെ കണ്ടെത്തി ചിലപ്പോൾ ഇല്ലാതാക്കാനും അവർ ശ്രമിച്ചെന്നിരിക്കും. ഒന്നെങ്കിൽ അവനെ ഒളിപ്പിക്കും, അല്ലെ കണ്ടെത്തി ഇല്ലാതാക്കും. കാരണം അവരുടെ പേരൊക്കെ പുറത്തു വരുമെന്ന് പേടിച്ചിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇവരെ പോലുള്ളവര് ചാവേറുകളാന്ന് പറയണം. ആദർശ് പറഞ്ഞു, ഇനിയിപ്പം എന്ത് ചെയ്യും? അവനെ കിട്ടുവാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ കണ്ടെത്തായിരുന്നു പറഞ്ഞു. ഏകദേശം ഇതിന് പിന്നിൽ ആരാ ഉള്ളതെന്നുള്ള ആ ഒരു ഇതിലേക്ക് എത്താനും പറ്റുമായിരുന്നു. നന്ദു പറഞ്ഞു, പേടിക്കാതിരിക്കുക ആദർശേട്ടാ, 10 കിലോ സ്വർണ്ണം, കള്ളക്കടത്ത് സ്വർണം പൊക്കിയില്ലേ, അതെന്താണെങ്കിലും ഏൺ ജ്വല്ലറിക്ക് വന്ന ഇപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ, അവരെന്തുകൊണ്ടാണ് പണിക്കൂലി ഇല്ലാതെ ഇങ്ങനെ സ്വർണം കൊടുക്കണേന്ന്. അവർക്ക് ഇങ്ങനെ കള്ളക്കടത്ത് സ്വർണം വരുന്നുണ്ട്, അതുകൊണ്ട് അവർക്ക് പണിക്കൂലിയുടെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ അവർക്ക് ഇഷ്ടംപോലെ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഇങ്ങനെയുള്ള ഓരോ നീക്കങ്ങളും നമ്മൾ തടയും. അങ്ങനെ തടഞ്ഞു കഴിയുമ്പോഴത്തേനും അവർക്ക് നിൽക്കക്കള്ളി ഇല്ലാതെ വരുമെന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, അതെ, ഇന്ന് ഡ്രൈവറെ കിട്ടിയില്ല, പക്ഷെ ഇനി ഒരു ദിവസം അങ്ങനെ ഉണ്ടായി കഴിയുമ്പോൾ ഒരു കാരണവശാലും ഡ്രൈവർ മിസ്സാവില്ലെന്ന് പറഞ്ഞു. നന്ദു പറഞ്ഞു, അത് ശരിയാ, ഇനി മിസ്സാകത്തില്ല ആദർശേട്ടൻ ധൈര്യമായിട്ടിരിക്കുക. ഇനി അവർ ഇവിടെ സ്വർണം കൊണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണെങ്കിലും ശരി അവരെ നമ്മൾ പൊക്കിയിരിക്കും. പക്ഷേ ഡ്രൈവർമാരെ പൊക്കിയാൽ അവർക്ക് കൂടുതലായിട്ട് വിവരങ്ങളൊന്നും അറിയത്തുണ്ടായിരിക്കില്ല. എവിടെ നിന്ന് എവിടം വരെ ഈ സാധനം കൊണ്ട് എത്തിക്കുന്നത് മാത്രമേ അറിയണ്ടായിരിക്കുള്ളൂ. പക്ഷെ അവരെ വിളിച്ച നമ്പറിലേക്കൊക്കെ നോക്കുവാണെങ്കിൽ, ആ ലിസ്റ്റൊക്കെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് പല സുപ്രധാന വിവരങ്ങളും കിട്ടുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നായർ പറഞ്ഞു, അത് ശരിയാ നന്ദു, പക്ഷെ നീയും സൂക്ഷിക്കണം. ഒരു പക്ഷെ നിന്നോടും അവർക്ക് വൈരാഗ്യം തോന്നുമായിരിക്കും. ഇനിയിപ്പോ നീയല്ലേ ഈ കള്ളക്കട സ്വർണ്ണമൊക്കെ പിടിച്ചിരിക്കുന്നേ, അപ്പൊ ശത്രുക്കളുടെ എണ്ണം കൂടുമെന്ന് പറഞ്ഞു. നന്ദു പറഞ്ഞു, അങ്ങനെ പേടിച്ചിട്ടുണ്ടാ ജീവിക്കാൻ പറ്റുമോ ചേച്ചി? ഇതൊക്കെ തീരുമാനിച്ചിട്ടല്ല ഞാൻ ഈ കളത്തിലേക്ക് ഇറങ്ങിയത്, ചേച്ചിക്ക് അറിയാലോ.
പണ്ട് തൊട്ട് എന്റെ സ്വഭാവം എന്താന്ന്. നയന പറഞ്ഞു, അതാ എനിക്കൊരു പേടി. വെട്ടൊന്നും മുറിരണ്ടെന്നൊരു സ്വഭാവം നിനക്ക്. അവന്മാരുടെയൊക്കെ സ്വഭാവം എങ്ങനെയാന്ന് അറിയാലോ. കണ്ണി കിട്ടിയിട്ടുണ്ട് കൊല്ലാൻ പോലും മടിക്കാത്തവന്മാരാ. നന്ദു പറഞ്ഞു, അങ്ങനെ നമ്മൾക്ക് പേടിച്ച് ജീവിക്കാൻ പറ്റുമോ? പേടിച്ച് മാളത്തിലൊളിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. എന്ത് വന്നാലും ശരി, ഉറപ്പായിട്ടും കള്ളത്തരങ്ങളൊക്കെ നമ്മൾ പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അങ്ങനെ നന്ദു അങ്ങോട്ട് പോയി. പിന്നീട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദനും കനയും കൂടെ ഇതിനെക്കുറിച്ച്, ഈ സ്വർണം പിടികൂടിയതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഗോവിന്ദൻ പറഞ്ഞു, മോളെ ഇനി നീ കുറച്ചുകൂടെയൊക്കെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അതെന്താച്ചാ? അല്ല, ഈ കള്ളക്കടത്ത് സ്വർണ്ണമൊക്കെ പിടികൂടിയില്ലേ, അപ്പൊ അതിന് ദേഷ്യവും വൈരാഗ്യമൊക്കെ അവർക്ക് നിന്നോട് കാണുമെന്ന് പറഞ്ഞു. അച്ഛാ, ഞാൻ രസായി അല്ലേന്ന് ചോദിച്ചു. കാര്യമൊക്കെ കാര്യം തന്നെ. നിനക്ക് അവരെയൊന്നും പേടിയില്ലായിരിക്കും, പക്ഷെ ഗുണ്ടകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് എതിർത്തിരിക്കാൻ പറ്റുമോ? അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല അച്ഛാ. ഇപ്പൊ ചില കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തേ മതിയാവുള്ളൂ. ആദർശേണ്ണും നയനേച്ചി എത്ര പെട്ടെന്ന് തന്നെ അനന്തപുരിയിലേക്ക് വരണം. അതിനു മുമ്പ് പല കള്ളത്തരങ്ങളും പൊളിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും ഇത്ര റിസ്ക് എടുക്കണേ. അത്യാവശ്യം വിവരങ്ങളൊക്കെ ആദർശാണ് നയനേച്ചി എത്തിച്ചേരുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. നിങ്ങൾ ആ കാര്യം ഒന്നോർത്ത് പേടിക്കണ്ട. അധികം വൈകാതെ തന്നെ നയനേച്ചിയുടെ ആദർശന്റെ ഒക്കെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും മാറുമെന്ന് പറഞ്ഞിട്ടാണ് നന്ദു അങ്ങോട്ട് കയറിപ്പോന്നെ. പിന്നീട് അനി നന്ദുവിനെ വിളിക്കുന്നുണ്ട്. നന്ദുവിനെ വിളിച്ചിട്ട് കൺഗ്രാസ് ഒക്കെ പറയുന്നുണ്ട്. നീ അങ്ങ് ഹീറോ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ന്യൂസ് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ആ 10 കിലോ സ്വർണം പിടിച്ച അതിനെക്കുറിച്ചൊക്കെ പറയാനുള്ളതെന്ന് പറഞ്ഞു. നന്ദു പറഞ്ഞു, അത്രയ്ക്കൊന്നുമില്ല, എനിക്കൊരു വിവരം കിട്ടി, അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പോയി അത് ചെയ്തെന്ന് പറഞ്ഞു. അനി പറഞ്ഞു, എന്താണെങ്കിലും ഏൺ ജ്വല്ലറിക്കൊക്കെ വലിയൊരു അടിയല്ലേ കിട്ടിയിരിക്കുന്നത്. അതെ, ഏൺ ജ്വല്ലറിക്കാർക്ക് അടി തന്നെ കിട്ടിയിരിക്കുന്നത്. പക്ഷേ അത് അവർക്ക് വേണ്ടി കൊണ്ടുപോയതാന്നുള്ള തെളിവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സാരമില്ല, അധികം വൈകാതെ തന്നെ അവരെയൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടുമെന്ന് പറഞ്ഞു. അതേ കാലമൊന്നും ആർക്കും ഇങ്ങനെ കള്ളത്തരൊന്നും കാണിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു നന്ദുവിനും. ഇതിനെക്കുറിച്ച് അന്വേഷണം തുടർന്നുകൊണ്ടേ ഇരിക്കുക. അവൻ എവിടുന്നേലും പൊങ്ങുക, ഡ്രൈവറെ എവിടെ വെച്ചാലും കിട്ടും. അങ്ങനെ കിട്ടിയിട്ടുണ്ട്, അവന് ശരിക്കും ഒന്ന് പിടിച്ച് ചോദ്യം ചെയ്യണമെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും എന്നായിരുന്നു നന്ദുവിന്റെ മനസ്സിലെ ചിന്ത. ഈ സമയത്ത് നാഗേന്ദ്രൻ ഡേവിഡിനെ വിളിക്കുന്നുണ്ട്. അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഡേവിഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നാഗേന്ദ്രൻ പറഞ്ഞു, നമ്മൾ കുറച്ചുകൂടെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ആ നന്ദന എന്ന് പറയുന്നവളാണ് നമ്മുടെ കള്ളക്കുട സ്വർണം പിടിച്ചെടുത്തിരിക്കുന്നത്. അവളെ നമ്മളൊന്ന് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല ആള്. അത് കേട്ടപ്പം ഡേവിഡ് പറഞ്ഞു, സാറ് എന്ത് ചെയ്യണമെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി, അവളെ തീർത്ത് കളയാന്ന് പറഞ്ഞു. വരട്ടെ, അവൾ ഇത്തരം കൂടെ കിടന്ന് കളിക്കട്ടെ, നമുക്ക് നോക്കാം അവൾ എവിടം വരെ പോകുന്നത്. എന്താണെങ്കിലും അവളെ അങ്ങനെ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. എത്ര രൂപയുടെ നഷ്ടം ഇപ്പൊ അവളുമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നറിയോ? പോരാത്തെ നമ്മൾ പുതിയൊരു ജ്വല്ലറി ഓപ്പൺ ചെയ്യാനായിട്ട് പോകല്ലേ. ആ സമയത്ത് എത്രയും 10 കിലോ സ്വർണം മാത്രമല്ല, അതിനകത്ത് വജ്രവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഡയമണ്ട് ഒക്കെ ഉണ്ടായിരുന്നു. ഡേവിഡ് പറഞ്ഞു, അത് ശരിയാ, നമുക്കൊരു വലിയ നഷ്ടം തന്നെ ഉണ്ടായിരിക്കുന്നത്. നമുക്ക് പരസ്യമായിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനും പറ്റത്തില്ലല്ലോ. പിന്നെ നമുക്കാ കൊണ്ടുവരുന്നുള്ള കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല. പോരാത്ത ഡ്രൈവർ ആ സമയത്ത് തന്നെ അവിടെ നിന്ന് ഓടുകയും ചെയ്തു. ഡേവിഡ് എത്രയും പെട്ടെന്ന് തന്നെ ആ ഡ്രൈവറെ പൊക്കണം. ഡ്രൈവർ ഇനി പുറത്തുള്ള ആപത്താന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം ഡേവിഡ് പറഞ്ഞു, അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം, സാർ ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, എന്താ വേണ്ടെന്ന് കൃത്യമായിട്ട് ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു. ഇനി അവൻ ആരോടും സത്യങ്ങളൊന്നും പുറത്തു വരാത്ത രീതിയിൽ അവന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടായിക്കൊള്ളാന്ന് പറഞ്ഞു. അങ്ങനെ നാഗേന്ദ്രൻ അങ്ങോട്ട് പോയി. ഈ സമയത്ത് അഭി വീട്ടിലേക്ക് വന്ന് നവിയുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് 1-ാം തീയതി മുതൽ ഏൺ ജ്വല്ലറി ജോയിൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. നവിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. പിന്നീടാണ് അഭി പറയുന്നത്, അതെ, ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അനാമികയും വേണുവങ്കളിനെയും കണ്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞു. എന്നിട്ടോ അവരോട് സംസാരിച്ചു. അനാമയ്ക്ക് ഇപ്പോഴും അനിയോട് കൂടെ ജീവിക്കാനായിട്ട് താല്പര്യമാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അനിക്കതിന് താല്പര്യമില്ലല്ലോ. അത് മാത്രമല്ല, ഡിവോഴ്സിനും കൊടുത്തിരിക്കുമല്ലേ, അവർക്കാണ് ഡിവോഴ്സിന് ഒട്ടും താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നവ്യ പറഞ്ഞു, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എനിക്ക് നല്ലൊരു ജീവിതം കിട്ടിയതായിരുന്നു. അനാമികയായിട്ടുള്ള എല്ലാം തകർത്ത് കളഞ്ഞില്ലേ, അവൻ തന്നെയല്ലേ തകർത്ത് കളഞ്ഞേ. ഞാൻ അവരോട് പറഞ്ഞു, ഒന്നെങ്കിൽ ജീവനാംശത്തിന് വേണ്ടി കൊടുക്കാൻ പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായതല്ലേ, അപ്പൊ നഷ്ടപരിഹാരം കൊടുക്കട്ടെന്ന് ചോദിച്ചു. അതെ, അത് ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഈ വീട്ടിലുള്ളൊരു നഷ്ടപരിഹാരം കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അനാമി ഇങ്ങോട്ടേക്ക് വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ അനി പറയണം. അത് കേട്ടേച്ചിപ്പോ നബി പറഞ്ഞു, അത് നടക്കുമോ അനി? അത് നടക്കുമെന്ന് എനിക്ക് തോന്നില്ല. അല്ല, അത് നടക്കുമോ അബി? അത് നടക്കുമെന്ന് എനിക്ക് തോന്നില്ല. ഈ വീട്ടിലുള്ളവർ സമ്മതിക്കുമോ? വീട്ടിലുള്ളവർ സമ്മതിച്ചാലും അനി സമ്മതിക്കുമെന്ന് ചോദിച്ചു. അതെ, അവന്റെ മനസ്സിൽ ഇപ്പോഴും അവളായിരിക്കും. നിന്റെ അനുജത്തി ആ നന്ദു കാരണമായിരിക്കും എനിക്ക് അവളെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ സമ്മതക്കുറവ്. അല്ലാതെ അനി പറയുവാണെങ്കിൽ ബാക്കി എല്ലാവരും സമ്മതിക്കില്ലേ? അനാമിക്ക് ഒരു ജീവിതം കിട്ടില്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും നവി പറഞ്ഞു, അല്ല, ഇനി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല.
അപ്പോഴേക്കും അഭി പറഞ്ഞു, പറഞ്ഞിട്ട് കാര്യമില്ലെന്നല്ല, അവർ ജീവനാംശത്തിന് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൊടുത്തേ മതിയുള്ളൂ. പോരാത്തതിന് ഇപ്പൊ കമ്പനിയുടെ വലിയ എംഡിയും കാര്യങ്ങളൊക്കെ അല്ലേ അനി, അതുകൊണ്ട് നഷ്ടപരിഹാരം കൊടുത്തേ മതിയാവത്തുള്ളൂ എന്നൊക്കെ പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോടെ നിർത്തുന്നു. നന്ദി.